Hi, Namaste. Welcome back to my channel Vinteram. Sideways marketing നമുക്കുണ്ടാകുന്ന ലോസ് നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം, ഒരു ടെക്നിക്കൽ അനാലിസിസ് സോഫ്റ്റ്വെയർ നിങ്ങളെ എത്രത്തോളം നിങ്ങളെ അത് സഹായിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി. ഇന്നത്തെ എന്ന് പറഞ്ഞാൽ 25th നവംബറിലെ പെർഫോമൻസ് ആണ്. നിങ്ങൾക്കറിയാം, ട്രേഡ് ചെയ്യുന്നവർക്ക് പ്രോപ്പർ സൈഡ്വേസ് മാർക്കറ്റ് ആയിരുന്നു. ഇന്നെന്ന് പറഞ്ഞാൽ വലിയൊരു ബൈ ട്രേഡോ സെൽ ട്രേഡോ നമുക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ സോഫ്റ്റ്വെയർ എങ്ങനെ നമുക്ക് പെർഫോമൻസ് കാണിച്ചു തരാം. അപ്പോൾ ഏത് മാർക്കറ്റിലും ലൈവ് പെർഫോമൻസ് നമ്മുടെ സോഫ്റ്റ്വെയർ കാണാൻ പറ്റും. നിങ്ങൾക്കത് കാണാൻ വേണ്ടി കോൺടാക്ട് ചെയ്യാം. ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ പെർഫോമൻസ് ഫസ്റ്റ്, അത് കഴിഞ്ഞ് നിഫ്റ്റിയുടെ കാണിച്ചു തരാം. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് വേർഷൻ 8.1-ൻ്റെയാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ ബൈയുടെ കണ്ടിന്യൂവേഷൻ ബാങ്ക് നിഫ്റ്റി പോയി. നമുക്കൊരു ഗ്യാപ്പിൽ ഓപ്പൺ ആയ ശേഷം മാർക്കറ്റ് കുറച്ചൊന്ന് കയറാൻ ശ്രമിച്ചു. പക്ഷെ അവിടെ സെല്ല് തന്നിരുന്നില്ല. പിന്നെയും എഗെയിൻ ബൈ പോയാണ് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റത്തെ ബൈ ചെറിയൊരു ഹൈക്ക് കയറി നമുക്കൊരു അപ്രോക്സിമേറ്റ് ഒരു ഫസ്റ്റ് ടാർഗറ്റ് ഒരു 70 points നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം സോഫ്റ്റ് എങ്ങനെ പെർഫോമൻസ് കാണിച്ചു തരാം. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ റേറ്റ് നമുക്ക് ഇവിടെ കാണാം. ലൈവ് മാർക്കറ്റിൽ നമുക്ക് ഈ റേറ്റ് ഇവിടെയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ബൈ കണ്ടിന്യൂവേഷൻ പോയതാണ്. ഈ ഗ്രീൻ കളർ അപ്പാരുമാണ് ബൈ, റെഡ് കളറാണ് സെല്ല്. അപ്പോൾ നമുക്കൊരു ബൈ സിഗ്നൽ വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് മുകളിലും താഴെ ഉണ്ടാവും. അപ്പോൾ കൺഫേം ആണെന്ന് നോക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ സെല്ലാണ് വന്നിരിക്കുന്നത്, ബൈ ആണ് വന്നത്. ക്യാൻഡിൽ കളറും കൺഫർമേഷൻ ബാറും കൂടെ സെയിം ആകണം. ഇത് ഓക്കെ ആവുന്ന സിറ്റുവേഷനിൽ നമുക്ക് നെക്സ്റ്റ് ക്യാൻഡിൽ ട്രേഡ് പോകുന്നുണ്ട്. ഇപ്പോൾ ഇന്നലത്തെ കണ്ടിന്യൂവേഷൻ ആയിട്ട് രാവിലെ ഇന്ന് പോയപ്പോൾ കണ്ടിന്യൂവേഷൻ മാർക്കറ്റിലെ ഗ്യാപ്പിൽ കയറി അവിടെ പ്രോഫിറ്റായി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഹോൾഡ് ചെയ്ത് വെച്ചവർക്ക് അവിടെ പ്രോഫിറ്റ് ഉണ്ട്. പക്ഷേ ഇന്ന് പുതുതായിട്ട് എടുക്കാൻ ശ്രമിക്കുന്നവർക്ക് നമുക്ക് ഇവിടുന്ന് ട്രേഡ് പോയിട്ടുള്ളൂ. ഇപ്പോൾ ഈ ഒരു ക്യാൻഡിലാണ് ട്രേഡ് എടുത്തിരിക്കുന്നത്. അപ്രോക്സിമേറ്റ് നമുക്ക് 52,199 നമുക്ക് എടുത്തതാണ്. അത് നമുക്ക് 52,295 വരെ നമുക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ട്രേഡ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ലോങ് ആയിട്ട് നമുക്ക് ഒരുപാട് ഹൈക്ക്, നമുക്ക് ഒരുപാട് മാർക്കറ്റ് ഒരു നല്ലൊരു ബുള്ളിഷ് എന്ന് പറയാൻ പറ്റിയില്ല. അത് നമുക്ക് സോഫ്റ്റ്വെയറിൽ കാണിച്ചിരുന്ന റേഞ്ച് ബോണ്ട് ഇൻഡിക്കേറ്റേഴ്സിന് ഇടയ്ക്ക് ഗ്യാപ്പ് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വോളിയം കുറവായിരുന്നു. കറക്റ്റായിട്ട് അത് ഇൻഡിക്കേറ്റ് ചെയ്ത് തന്നു. അത് കഴിഞ്ഞ് സെല്ല് വന്ന സമയത്തും കൺഫേം ആകാതെ നമുക്ക് കുറേ നേരം ഇരുന്നു. വോളിയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം നമുക്കൊരു ട്രേഡ് സ്കാൽപ്പിങ്ങിൽ അവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇൻട്രാഡേ കിട്ടി. സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റിലെ ട്രേഡ്. 1 മിനിറ്റിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സിഗ്നൽസ് കിട്ടും. ഒരുപാട് നമുക്ക് നേരം കാത്തിരിക്കേണ്ട, സിഗ്നൽ പെട്ടെന്ന്. ഇപ്പോൾ ഇവിടെ ഒരു ഡൗൺ, നല്ലൊരു ഹൈക്ക്, നല്ലൊരു ട്രേഡോളം നമുക്ക് 1 മിനിറ്റിൽ കിട്ടിയിട്ടുണ്ട്. 1 മിനിറ്റിൽ കിട്ടിയിട്ടുള്ളൂ. 5 മിനിറ്റ്സ് വലിയ ട്രേഡ് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് വന്ന ബൈ നല്ലൊരു ഹൈക്ക് പോയിട്ട്. അപ്പോൾ 2 ട്രേഡിൽ നിന്നാൽ ചെറിയ ട്രേഡുകൾ നമുക്ക് 2ഉം സെല്ലും ബൈ അവിടെ നിന്ന് കിട്ടിയ ലോങ്ങിലേക്ക് നമുക്ക് കിട്ടിയിരുന്നില്ല. സോഫ്റ്റ്വെയർ അവിടെ ഇൻഡിക്കേറ്റ് ചെയ്ത് കളർ കോമ്പിനേഷൻ ആയിട്ട് കാണിക്കുകയും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. സെയിം നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ അതേപോലെ തന്നെയായിരുന്നു. സിഗ്നൽ വന്ന് കൺഫേം ആവാതെ കുറേ നേരം നിന്ന് വോളിയം തരാതെ സപ്പോർട്ട് അടിച്ച് പെട്ടെന്നൊരു ഇറക്കമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇറക്കത്തിൽ ഇപ്പോൾ ഇവിടെ കൺഫർമേഷൻ വന്ന് ഇറക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെ പ്രോഫിറ്റ് വരികയില്ല. ഇവിടെ സ്കാൽപ്പിങ്ങിൽ നമ്മൾ ഇവിടുന്നേ ബ്രേക്ക് പോകുന്ന സിറ്റുവേഷനിൽ നമ്മളത് എടുക്കണം. അത് നമുക്ക് 1 മിനിറ്റിലേ കിട്ടുകയുള്ളൂ. അത് 5 മിനിറ്റ്സ് നമുക്ക് അവിടെ കിട്ടിയില്ല. ഇപ്പോൾ 1 മിനിറ്റ് കണ്ടോ, അവിടെ പെട്ടെന്ന് കൺഫേമായി. നേരത്തെ സെല്ലുണ്ടായിരുന്നു. ബ്രേക്ക്ഔട്ട് കറക്റ്റ് പോർഷനിൽ സപ്പോർട്ട് അടിച്ച് നല്ല രീതിയിൽ താഴ്ത്തിറങ്ങി. അപ്പോൾ സ്കാൽപ്പിങ്ങിൽ നമ്മൾ ട്രേഡ് പിടിച്ചിട്ടുണ്ട് 1 മിനിറ്റിൽ. എന്നാൽ 5 മിനിറ്റ്സ് കിട്ടിയിരുന്നില്ല. അപ്പോൾ ലാസ്റ്റ് വന്ന ബൈയും ചെറുതായിട്ടൊന്ന് കയറാൻ ശ്രമിക്കുമ്പോൾ മാർക്കറ്റ് ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു പ്രോപ്പർ ട്രേഡ് നമുക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ ഈ പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ലൈവിൽ ചെക്ക് ചെയ്യാം. ലൈവ് മാർക്കറ്റിൽ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഓപ്ഷൻ നമുക്ക് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പം നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് നമ്മുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഒരു 80-90% ആക്യുറസി ട്രേഡ് ചെയ്യാനും പറ്റും. നമുക്ക് പ്രോഫിറ്റിനേക്കാളും കൂടെ ലോസ് ലിമിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. നല്ല മാർക്കിൽ നല്ല രീതിയിൽ. ഇപ്പോൾ ഇന്നലത്തെ പോലെ മാർക്കറ്റാണെങ്കിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ ഈസിയാണ്. പക്ഷെ അതിനേക്കാളും കൂടുതൽ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ പോലത്തെ മാർക്കറ്റുകൾക്ക് ലോസ് പോകുന്നത് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സോഫ്റ്റ്വെയറിലൂടെ ഒഴിവാക്കാം. ഓക്കെ, താങ്ക് യു.